ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിലാട്ടോ. ഗോവയിലത്തെ ചെറിയ കാഴ്ചകൾ കാണാൻ വന്നിരിക്കുന്നത്. തൃശ്ശൂർ നമ്മൾ കയറിയത് ഇന്ന് നൈറ്റിലാണ് കയറിയത്. ഒരു 10 മണിക്കാണ് കയറിയത്. ഇപ്പോൾ എത്തിയത് സമയം നോക്കിയേ ഏകദേശം 1 മണിയായിട്ടോ. പിന്നെ ട്രെയിനൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് കാരണം കുറേ ലേറ്റായി. പിന്നെ ട്രെയിനിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രീ ആയിട്ട് പോകുന്നത്, ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിനി ബീച്ചിൻ്റെ കാഴ്ചകളും അങ്ങനെ കാണാൻ പോവാം. ഓക്കെ, നമ്മളിപ്പോൾ ഗോവ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടോ. ഇവിടുത്തെ ബസ്സുകളൊക്കെ ഒരു വെറൈറ്റിയാണ്, കണ്ടില്ലേ? ചെറിയ ബസ്സുകളാണ്. അതിന് തിരക്കൊന്നുമില്ല ഈ ഏരിയയിൽ കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. ഒരാളെ നിന്ന് 30 രൂപയ്ക്ക് വാങ്ങി വിടണം. ഭയങ്കര റേറ്റ് ഓവറാണ്. ഏകദേശം 1 മണിയായി സമയം. നല്ല തിരക്കട്ട ബസ് സ്റ്റാൻഡൊക്കെ. ഇത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാം. ഇവിടെ ഹോട്ടലോ എന്തെങ്കിലും കാണാമല്ലേ? ഇവിടെ ആ ഭാഗത്തൊരു ചെറിയ ഹോട്ടൽ കാണാണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ച് വീണ്ടും സ്റ്റാൻഡിൽ തന്നെ എത്തിയിട്ടാണ്. ഇനി നമ്മൾ കല്ലങ്ങാട് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. ഇപ്പോൾ എവിടെ സ്പോട്ടെന്ന് അറിയില്ല. ഇവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട്. അവിടെ നമ്മൾ കണ്ടുപിടിക്കാം അവിടെ സ്റ്റാൻഡ്. നമ്മൾ ബസ്സിൽ കയറിയിട്ടാണ്. മെയിനായിട്ട് ഇവിടെ പഴയ വീടുകളും ബിൽഡിങ്ങുകളും കണ്ടില്ല. ഇവിടെ കുറേ നശിച്ച് കിടക്കുക ഇവിടെ. അപ്പം നമ്മളിതാ ബീച്ചിൻ്റെ സൈഡിലെത്തിയിട്ടോ. ആ ബസ്സൊക്കെ ഇവിടെ നിൽക്കണം, കണ്ടില്ല? ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് ബസ് നിർത്തിയത്, കണ്ടോ? അധികം നടക്കാനൊന്നുമില്ല, കുറച്ചങ്ങോട്ട് നടക്കാനുള്ളൂ കേട്ടോ ബീച്ചിലേക്ക്. കണ്ടില്ല, നല്ല പാലത്തിൻ്റെ മേലെ കൂടെ കയറി വന്നു കേട്ടോ. എൻട്രൻസ് ഒക്കെ അടിപൊളിയാണ് കണ്ടോ. സൈഡിൽ എന്തൊക്കെ ഉണ്ടോ, വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു 2 മണി സമയത്ത് നമ്മൾ എത്തിയത്. നല്ല തിരക്കൊക്കെ കണ്ടിട്ട് എപ്പോഴും. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഗോവയിൽ നൈറ്റാണ് നല്ല ഇവിടെ ആയിരുന്നു കാണാൻ. എങ്ങനെയുണ്ട് ഗോവ ബീച്ച്? പിന്നെ ഞങ്ങള് അതോ നല്ല അടിപൊളി വൈബാട്ടോ. നല്ല ഇത് എന്താ ഇത് കൊൾവ ബീച്ച് ഇട്ടാണ്. മറ്റേ ബീച്ചിൽ വരെ മെയിൻ ബീച്ച് അതേതാണ്? കല്ലങ്കോട് ബീച്ച് കേട്ടോ. അതാണ് ഗോവയിലെ അടിപൊളി ബീച്ച് എന്ന് പറയുന്നത്. ഇത് ഗോവയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ടല്ലോ കേട്ടോ. അമ്പോ, ഇതെന്താല്ലേ കോൾവ ബീച്ച്. കണ്ടില്ലേ, ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട് കണ്ടോ. അതുപോലെ ഇവിടെ അടിപൊളി പ്ലേസ് കേട്ടോ കണ്ടോ. ഫോറിനേഴ്സൊക്കെ ഉണ്ട് അത്യാവശ്യം കണ്ടോ. ബോട്ട് സർവീസൊക്കെ ഉണ്ട് കണ്ടോ. കണ്ടില്ലേ, ഇവിടെ ഉച്ച സമയത്ത് നല്ല തിരക്കാട്ടോ. ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴോ വായു ജന പോവാ ജനവാടാ
ഇവിടെ നിന്ന് അങ്ങനെ കയറി പോവാ. എന്താ നമ്മളിപ്പോൾ ഗോവയിലെ ബീച്ചിലുണ്ട്, റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ബീറ് വൈനെല്ലാം ഉണ്ട്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു, വീണ്ടും ഇറങ്ങണം. കണ്ടില്ല ഇവിടെ ഇതാ ഫുള്ള് പാർട്ടി ഇതൊക്കെ ഉണ്ട്. പാർട്ടിക്ക് സെറ്റപ്പ്. അതുപോലെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ സ്മോള് എല്ലാം കൊടുക്കുന്നുണ്ട്. നൈറ്റാണ് നല്ല എയിം ഉണ്ടാവുമല്ലോ ഇവിടെ. അതെ അതെ. കുറെ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. മറ്റേ മീൻ പിടിക്കുന്ന ബോട്ടെല്ലാം ഉണ്ടല്ലേ. ബോട്ട് കണ്ടില്ലേ? ഇത് മഴടന്നില്ലല്ലോ ഈ ബോട്ട്. ഫുള്ള് ബോട്ടിൽ കറങ്ങാൻ വേണ്ടി പോണ കേട്ടോ. 6 പേർക്ക് ഇരിക്കാല്ലേ. കുറണ്ട് ഇതുപോലത്തെ ഉണ്ടാക്കാം. അവിടെ ഉണ്ട് മീൻ പിടിക്കാൻ ബോട്ടില്ല കൊണ്ടല്ലോ അവിടെ.